ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് ലെയറിങ്ങും ഗ്രാഫ്റ്റിങ്ങും ഒക്കെ ഇപ്പോൾ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമ്മൾ ചെയ്യുന്നതിന് മുൻപേ നമ്മൾ പ്ലാന്റ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും നമ്മൾ ഗ്രാഫ്റ്റിംഗ് ആണെങ്കിലും ലെയറിങ് ആണെങ്കിലും ചെയ്തതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും അതോടൊപ്പം ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നതും എൻ്റെ ചെടി സക്സസ് ആയതൊക്കെ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഒന്നാമതായിട്ട് ബൊഗെയിൻവില്ല നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ എടുക്കുന്ന പ്ലാന്റ് എങ്ങനെയുള്ള പ്ലാന്റ് ആയിരിക്കണം? ഒരു 2 വർഷമെങ്കിലും ആയ പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ നല്ലതാണ്. തീരെ കുഞ്ഞു പ്ലാന്റൊക്കെ നമ്മൾ എടുക്കാതിരിക്കുക. ഒരു 1.5 വർഷമോ ഒരു 2 വർഷമോ ഒക്കെ പ്രായമായ പ്ലാന്റ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഒത്തിരി നമുക്ക് സക്സസ് റേറ്റ് കൂടുതലായിട്ട് കിട്ടും. അതാണ്. പിന്നെ ഇതിന് പ്രത്യേകിച്ച് നമ്മൾ പിന്നെ ഗ്രാഫ്റ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ലെയറിങ് ചെയ്യുന്നതിനൊക്കെ ഒരാഴ്ച മുമ്പ് ഞാൻ നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞായിരുന്നു, ഒരു നുള്ളു യൂറിയ നമുക്കതിൻ്റെ ചുവട്ടിലൊക്കെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം അപ്പോൾ അതൊന്ന് ചെടിയൊന്ന് നല്ല സ്ട്രോങ് ആയിട്ട് വളരും. അപ്പം നമ്മൾ വെച്ച് കൊടുക്കുന്ന ആ കമ്പുണ്ടല്ലോ പെട്ടെന്ന് നമുക്ക് നാമ്പ് വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ യൂറിയ ഇട്ട് കൊടുക്കുന്നതാണ് ഒന്നാമത്തെ പോയിന്റ്. ഇത് നമ്മൾ അവക്കാഡോ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതും ഒരു 20 ഡേയ്സ് ഒക്കെ കഴിഞ്ഞതാണ്. ഇതിന് കണ്ട നാമ്പൊക്കെ വന്നു, പക്ഷേ ഇലകളായിട്ട് വന്നിട്ടില്ല. അപ്പം ഇലകളായിട്ട് വന്നതിന് ശേഷം നമ്മൾ ചെറിയ രീതിയിൽ ചെറിയ ഹോൾസൊക്കെ ഇട്ട് കൊടുക്കണം. ഇപ്പം നമ്മളൊന്നും ചെയ്യേണ്ട. ഇതേ കണ്ടോ നാമ്പ് വന്നിരിക്കുന്നത് കണ്ടോ ഇതിലാണ് നമ്മൾ. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇടയ്ക്കിടയ്ക്ക് നമ്മളിതിൽ നോക്കണേ. ഇതിലിങ്ങനെ അടിയിൽ നിന്ന് പിന്നെ മുള പൊട്ടും. പഴയ ആ ചെടി തന്നെ അതിൽ നിന്ന് നാമ്പുകൾ വരുമേ. അപ്പോൾ അതിനെ നമ്മൾ അങ്ങ് അടർത്തി കളയണേ. ഇതുപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് തൊട്ട് നോക്കണം. അപ്പം ചെറിയ ചെറിയ നാമ്പുകൾ വരുന്നുണ്ടോ? അങ്ങനെ നാമ്പുകൾ വന്നാൽ ഈ പുതിയ നമ്മൾ വെച്ച ഗ്രാഫ്റ്റ് ചെയ്ത കമ്പയിൽ നാമ്പ് വരാനായിട്ട് ഒത്തിരി താമസിക്കും. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തൂത്ത് കൊടുക്കണം. ചെറിയ ചെറിയ പൊടിപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്ന് അടർത്തി മാറ്റണം. നമ്മൾ അവക്കാഡോയുടെ 2 ചെടിയാണ് അന്ന് ക്രാഫ്റ്റ് ചെയ്തത്. ഒരെണ്ണം കൂടെ ഞാൻ കാണിക്കാം. ഇതിനും പൊടിപ്പ് കണ്ടോ, ചെറിയ പൊടിപ്പുകൾ വന്നു തുടങ്ങിയതേ ഉള്ളേ. അപ്പോൾ നമ്മൾ ഈ കവറൊന്നും അഴിച്ചു മാറ്റാറായിട്ടില്ല, ഇതിലൊന്നും ചെയ്യാറായിട്ടില്ല. അപ്പോൾ കവർ നമ്മളിപ്പോഴും കെട്ടി തന്നെ വെച്ചേക്കുവാണേ. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ അടിയിൽ വേറെ നാമ്പുകൾ വല്ലതും മുളയ്ക്കുന്നുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ അത് അടർത്തി കളയണം. അപ്പോൾ ഈ 2 ചെടി അവക്കാഡോയുടെ ഈ 2 ചെടി നമ്മൾ ചെയ്തതും സക്സസ് ആയിട്ടുണ്ട്. ഇത് നമ്മൾ ബൊഗെയിൻവില്ല ഗ്രാഫ്റ്റ് ചെയ്തതാണ്. ഇതിൽ നമ്മൾ 1, 2, 3 കളറും കൂടെ നമ്മൾ 4 കളറുണ്ട്. 4 കളർ നമ്മൾ പിടിപ്പിച്ചതാണേ. ഓൾറെഡി ഒരു കളറുണ്ട്. അപ്പോൾ അങ്ങനെ 4 കളറായിപ്പോൾ. അപ്പോൾ ഇതിലിപ്പോൾ 3 കളർ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതിൽ ഇലകൾ വന്നിരിക്കുന്നത് നിങ്ങൾ കണ്ടോ, ഇതും സക്സസ് ആയി. ഇതിപ്പം 25 ഡേയ്സ് ആയേ. അപ്പം നമ്മൾ ചെയ്യേണ്ടത് പെട്ടെന്ന് നമ്മൾ ഈ കവറൊന്നും അഴിച്ചു മാറ്റരുതേ. നമുക്കൊരു മാസമൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഇതൊക്കെ മാറ്റിയാൽ മതി. അതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട, ഒരു മുട്ടുസൂചി എടുത്തിട്ട് ഇതിൽ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കുക. ചെറിയ ചെറിയ ഹോൾസ് നമുക്ക് ഇട്ട് കൊടുക്കാമേ. ഇങ്ങനെ ഇട്ട് കൊടുക്കണം, ഹോൾസ് ഇട്ട് കൊടുക്കുക. അതിൽ ചെറിയ ചെറിയ ഹോൾസ് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ബ്ലേഡ് ഇട്ട് നമുക്ക് ചെറിയ ഒന്ന് പോറി കൊടുക്കാമേ. അപ്പോൾ ചെറിയ പുറത്തു നിന്നുള്ള എയർ ഇതിൽ കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മളിത് ഫുള്ളായിട്ട് ഓപ്പൺ ആക്കുന്നതിന് മുമ്പേ അതുപോലെ നമ്മൾ ചെയ്ത് കൊടുത്തതിനൊക്കെ ശേഷമേ നമ്മൾ ഓപ്പൺ ആക്കാവുള്ളേ. കണ്ടില്ലേ ഇലകൾ വന്നിരിക്കുന്നേ, കണ്ടോ? നമ്മൾ ക്രാഫ്റ്റ് ചെയ്ത് വെച്ചതാണ്. നമുക്ക് ബ്ലേഡ് ഇട്ട് തന്നെ ചെറിയ ഒന്ന് പോറി കൊടുക്കാമേ. അപ്പോൾ ചെറിയൊരു ഒന്ന് ചെറുതായിട്ടൊന്ന് പോറിയിട്ടുണ്ട്. ഇത് കണ്ടോ, വേറൊരെണ്ണം അത് ഇതുപോലെ പൊടിപ്പ് വരുന്നതേ ഉള്ളേ. അപ്പം നമ്മൾ അതിലൊന്നും പിന്നെ ഇപ്പോഴേ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കണ്ടോ, ചെറുതായിട്ടതിന് പൊടിപ്പ് വന്നു തുടങ്ങി. അപ്പോൾ ഇതെല്ലാം സക്സസ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ വേറൊരു ചെടിയിൽ കണ്ടോ, ഇതുപോലെ ഇത് ഇലകളൊക്കെ ധാരാളം വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് അതുപോലെ ഒരു പോറലിട്ട് കൊടുക്കാം. ഇതുപോലെ ഇട്ട് കൊടുക്കാം. ചെറിയ ഒന്ന് പോറി കൊടുക്കാമേ. ഓക്കെ. അപ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു കമ്പ് പിടിച്ചില്ലെങ്കിൽ അത് ഇങ്ങനെ ഉണങ്ങിപ്പോവും ചെറുകയങ്ങേ. കണ്ടോ, ഇത് എനിക്ക് തോന്നുന്നു പിടിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അതങ്ങ് ചെറുകെ ഉണങ്ങിപ്പോവും. കണ്ടോ ഈ ഒരു ചെടിയിൽ. അടുത്തായിട്ട് നമ്മൾ പ്ലാവ് ഗ്രാഫ്റ്റ് ചെയ്തതാണേ.
കണ്ടോ, വിയറ്റ്നാം എർലിയുടെ തന്നെ ചക്ക കായ്ക്കുന്ന ഒരു കൊമ്പ് എടുത്തിട്ട് നമ്മൾ കുരു മുളപ്പിച്ചെടുത്ത് അതിൽ പിടിപ്പിച്ചതാണ്. അത് കണ്ടോ, ഇത് നാമ്പ് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ ചക്ക കണ്ടോ, പ്ലാവിൻ്റെ ചക്കയല്ല, പ്ലാവിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്തത് കണ്ടോ, കാണാമല്ലോ, നാമ്പ് വന്നുണ്ടോ, കണ്ടോ, ഇവിടെയാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തത് കണ്ടോ. ഒരു ചെറിയ ചട്ടിയിലാണ് നമ്മൾ കുരു ഇട്ട് മുളപ്പിച്ച് വെച്ചിട്ടാണ് ചെയ്തതേ. അപ്പം തന്നെ ഇത് പെട്ടെന്ന് തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്കൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. ഇതും സക്സസ് ആയി. ഇതെനിക്ക് തോന്നുന്നു ഇതും ഒരു 20 ദിവസം ആയതാണ്. പക്ഷേ ഇതിപ്പോഴേ നമ്മൾ ഓപ്പൺ ചെയ്യരുത്. ഇലയൊക്കെ വന്ന് ചെറുകെ ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇത് എടുത്തത്, കവറ് മാറ്റിയത്. അപ്പം നമ്മളിത് ഷെയ്ഡിൻ്റെ കീഴിൽ തന്നെ വെക്കണം, വെയിലത്ത് കൊണ്ട് വെക്കരുത്. അപ്പം പെട്ടെന്ന് തന്നെ നമ്മൾ ഇത് പിന്നെ ഇലകളൊക്കെ വന്നെന്ന് കണ്ടാൽ പോലും നമ്മൾ പെട്ടെന്ന് കൊണ്ട് വെക്കരുത്. ഞാൻ പറഞ്ഞതുപോലെ ബ്ലേഡ് ഇട്ടൊരു പോറലോ അല്ലെങ്കിൽ ഒരു ഹോൾസോ ഒക്കെ കുറേ 3-4 ഹോൾസൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അങ്ങനെ കുറച്ച് ദിവസം വെച്ചിരുന്ന ശേഷം മാത്രമേ നമ്മൾ വെയിലത്തോട്ട് കൊണ്ടുവരാവുള്ളൂ. അത് വളരെ ലേറ്റായിട്ട് കൊണ്ടുവന്നാൽ മതി, അതായിരിക്കും നല്ലത്. നമ്മളെല്ലാ ദിവസവും വെള്ളം കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുക, കൂടുതലായിട്ട് വെള്ളം കൊടുക്കാതെ ആവശ്യത്തിന് മാത്രം വെള്ളം കൊടുക്കുക. ഈ ബൊഗൈൻവില്ല പ്ലാന്റ്സിനാണെങ്കിലും എല്ലാ ദിവസവും നമ്മൾ വെള്ളം കൊടുക്കണേ. ഇത് നമ്മൾ മൾബറിയിൽ എയർ ലെയറിങ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് അഴിച്ചു നോക്കിയായിരുന്നു. ചെറിയ രീതിയിൽ അതിന് റൂട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് റൂട്ട് വരുന്നതാണ് മൾബറിയൊക്കെ. അപ്പോൾ നമുക്കത് ചെയ്തെടുക്കാം. ഇതിന് റൂട്ട് വന്നിട്ടുണ്ട്, സക്സസ് ആയിട്ടുണ്ട്. ഇത് ഞാൻ പിന്നീട് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഇപ്പം ഞാനിത് അഴിക്കുന്നില്ല. നമ്മൾ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ വീണ്ടും കവറൊക്കെ ഇടണേ. അപ്പം വെള്ളം ഒരു കാരണവശാലും ഇറങ്ങരുത്. വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ അത് പിന്നെ പിടിക്കൂല. അതുപോലെ നമ്മൾ പേരയിലും ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതും സക്സസ് ആയിട്ടുണ്ട്. ഇത് നമ്മുടെ കിലോ പേരയാണ്. അതിൻ്റെ മുകളിൽ ഞാൻ വീണ്ടും ഒരു കവർ ഇട്ടിരിക്കുകയാണ്, വെള്ളം കയറാതിരിക്കാൻ. അപ്പം മാക്സിമം നമ്മൾ ഇതുപോലെ നിവരെ നിൽക്കുന്ന കമ്പുകളിൽ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ അതാകുമ്പം പിന്നെ അതിനൊരു കുലുക്കവും വരത്തില്ല. വെള്ളം കുറച്ചൊക്കെ തട്ടിയാൽ പോലും അതങ്ങ് പൊക്കോളും. അല്ല ചരിഞ്ഞ് നിൽക്കുന്ന കമ്പാകുമ്പം അതിന് കുറച്ചും കൂടെ വെള്ളം അതിനകത്ത് കയറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നേവരെ നിൽക്കുന്ന കമ്പുകളിൽ എപ്പോഴും ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്നാൽ ചരിഞ്ഞ് നിൽക്കുന്ന കമ്പുകളിലും ചിലപ്പോൾ നമുക്ക് നേവരെ നിൽക്കുന്ന കമ്പുകൾ കിട്ടാറില്ല. അപ്പോൾ നമുക്ക് ചരിഞ്ഞ് നിൽക്കുന്ന കമ്പുകളിൽ ചെയ്യേണ്ടി വരും. നമ്മൾ ഈ ഗ്രാഫ്റ്റിങ്ങും ലെയറിങ്ങും ഒക്കെ ഈ മഴ സമയത്ത് ചെയ്താൽ പെട്ടെന്ന് തന്നെ അത് പിടിച്ച് കിട്ടുന്നതാണേ. അപ്പം ഈ നമുക്ക് ചൂട് സമയത്ത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പിടിക്കാൻ സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് കൂടുതലും ഈ സമയങ്ങളിൽ നമുക്ക് ബൊഗൈൻവില്ല ചെടിയിൽ പല കളറുകൾ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. വെയിൽ കൂടുതലായിട്ട് കൊള്ളരുത്. അതുപോലെ നമ്മൾ ഷെയ്ഡിൻ്റെ കീഴിൽ വെക്കുക. അതുപോലെ തന്നെ മഴയും കൂടുതൽ കൊള്ളാതെ അങ്ങനെയുള്ള ഒരു പ്ലേസിൽ വെക്കുക. ആവശ്യത്തിന് മാത്രം വെള്ളം എല്ലാ ദിവസവും ചെറിയ രീതിയിൽ നമ്മൾ ബൊഗൈൻവില്ലയ്ക്കാണെങ്കിലും നനച്ച് കൊടുക്കണം. അതേപോലെ ഇത് നമ്മുടെ ചാമ്പയിൽ എയർ ലെയറിങ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത് കണ്ടോ, തായ്ലൻഡ് ചാമ്പയാണേ. ഇതും പിന്നെ റൂട്ടൊക്കെ വന്നിട്ടുണ്ട്. അഴിക്കാനൊരു കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ടേ ഇത് അഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതും ഒരു 25 ഡേയ്സൊക്കെ ആയതേ ഉള്ളേ. ഇത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന നിലത്ത് നിൽക്കുന്ന ഒരു പ്ലാവിലാണേ. ഒരു പ്ലാവിൻ്റെ തൈ ആയിരുന്നു, കുരു മുളച്ച് കിളിച്ചു വന്ന ഒരു പ്ലാവിൻ്റെ തൈ നിലത്താണ് നിൽക്കുന്നത്. അതിൽ നമ്മൾ നല്ല രീതിയിൽ കവർ ചെയ്ത് കൊടുക്കണം, വെള്ളം ഡയറക്റ്റ് അതിലോട്ട് വീഴാതെ. അങ്ങനെയും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അതിൽ നമുക്ക് നല്ല രീതിയിൽ കായ്ക്കുന്ന വിയറ്റ്നാം എർലി പോലത്തെ പ്ലാവിൻ്റെ കൊമ്പുകളെ നമുക്ക് പിടിപ്പിക്കാം. ഇത് നമുക്ക് അഴിക്കാറായിട്ടില്ല. ഇത് ഞാൻ കണ്ടോ, ഇത് ഏറ്റവും ടോപ്പ് ഭാഗമല്ല, അതിൻ്റെ ഇടയ്ക്കുള്ള കമ്പാണ് ഞാനിതിൽ പിടിപ്പിച്ചിരിക്കുന്നത്. ഏകദേശം സക്സസ് ആയെന്ന് നമുക്ക് പറയാൻ പറ്റും. അടുത്തത് നമ്മുടെ വാഗച്ചെടിയാണേ. അതിലും നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എയർ ലെയറിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതും ചെറിയ രീതിയിൽ റൂട്ട് വന്നിട്ടുണ്ട്. ഞാനിത് കഴിഞ്ഞ ദിവസം ഓപ്പൺ ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ റൂട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അഴിക്കാറായിട്ടില്ല. അഴിക്കുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, നമ്മുടെ വാഗച്ചെടിയിലെ പൂക്കൾ കണ്ടില്ലേ, എപ്പോഴും പൂക്കളുണ്ടാകുന്നൊരു ചെടിയാണ് നമ്മുടെ വാഗച്ചെടി. അപ്പം നമ്മൾ എയർ ലെയറിങ് ചെയ്ത് നമുക്കൊരു കമ്പ് കിട്ടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ, അല്ലെങ്കിൽ തന്നെ ഇത് പെട്ടെന്ന് പൂക്കളാവുന്നതാണ്. കണ്ടോ, അപ്പം ഒന്നും കൂടെ ഫാസ്റ്റായിട്ട് നമുക്ക് പൂക്കൾ കിട്ടാൻ, നമുക്ക് ഇതുപോലെ പൂക്കളും കായ്കളും ഒക്കെ കിട്ടാൻ നമുക്ക് ഗ്രാഫ്റ്റിങ്ങും ലെയറിങ്ങും ബഡ്ഡിങ്ങും ഒക്കെ ചെയ്യാം. കണ്ടല്ലേ. പിന്നെ നമ്മൾ ഗ്രാഫ്റ്റിങ്ങിനൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ
റൂട്ട് സ്റ്റോക്ക് തിരഞ്ഞെടുക്കുമ്പോഴും നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ട് സ്റ്റോക്ക് തിരഞ്ഞെടുക്കുക. സയോണാണെങ്കിലും പിന്നെ നമ്മൾ മാവിൻ്റെയൊക്കെ ആണെങ്കിലും എടുക്കുമ്പം നമ്മൾ തളിരിലകളുള്ളത് എടുക്കാതെ സാധാരണ ഇതിൽ നിന്ന്, അതും തന്നെയല്ല കായ്ഫലം, നല്ല രീതിയിൽ കായ്ഫലം കിട്ടുന്ന ചെടിയുടെ കൊമ്പായിരിക്കണം നമ്മൾ എടുക്കുന്നത്. പിന്നെ നമ്മൾ ചെയ്യുന്ന പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അണുവിമുക്തമാക്കിയ കത്തി കൊണ്ടോ ബ്ലേഡ് കൊണ്ടോ നമ്മൾ ചെയ്യുവാണെങ്കിൽ 100% നമുക്ക് സക്സസ് ആയി കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെയൊക്കെ പരീക്ഷിച്ച് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, അതുപോലെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ബെല്ലൈക്കണം ഓളെന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.